നമസ്കാരം. ഉണ്ണിമൂന്നിനെ ഹൃദയത്തോട് ചേർത്തൊരു പ്രേക്ഷകൻ നമ്മുടെ മുൻപിൽ വന്നു പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തോടും അതോടൊപ്പം തന്നെ ഉണ്ണിമൂന്നിനെ ഹൃദയത്തോട് ചേർത്ത് അദ്ദേഹത്തിന്റെ നല്ല കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മാർക്കോ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലാണ് അത് മേക്ക് ചെയ്തേക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മലയാള സിനിമയിൽ ഒത്തിരി ആക്ഷൻ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു ആക്ഷൻ തരംഗം ഉണർത്തിയ ഒരു ചിത്രം കാണാൻ നല്ലൊരു രസമുണ്ട്. പിന്നെന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു മലയാള പടം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാള് ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ ഇൻഡസ്ട്രിയും നമ്മളെ വാനോളം പുകർത്താറുണ്ട്. പക്ഷേ നമുക്ക് അതിനനുസരിച്ച് റവന്യൂ തന്നെയില്ല. പക്ഷേ ഈ മാർക്കോയിലൂടെ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ഈ പറയുന്നത് ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. എന്താണെന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെയുള്ള ഫിലിംസാണ് ഇനി വരേണ്ടത്. യെസ്, വളരെ ശരിയാണ്. ഫീൽ ഗുഡ് മാറി ഇങ്ങനെയുള്ള നല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ഫിലിംസ് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ശരിക്കും അന്യഭാഷാ ചിത്രങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം. അതെ 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 ഞാൻ കണ്ടെടുത്തോളം അത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് സിനിമ. ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും പറയുന്നത് KGF മേലെയാണോ? ശരിയാണോ? KGF ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. KGF കുറച്ചും കൂടി ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ എഫക്റ്റും കാര്യങ്ങളാണ്. അതായത് മേലനങ്ങാതെയാണ് അതിൽ ഫൈറ്റും കാര്യങ്ങളുള്ളത്. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ മാക്സിമം പുള്ളിയുടെ എഫോർട്ട് എടുത്തിട്ടുണ്ട്. അതിനോട് യോജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, പൂർണ്ണമായിട്ടും ഒരു 85% പ്രേക്ഷകർക്കും KGF എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ ലെവലിൽ ഈ ഒരു ചിത്രം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഡയറക്ട്ലി നമുക്ക് നേരെ കിടക്കുന്ന കാര്യമാണ്. KGF എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിനേക്കാളും കിടപിടിക്കുന്ന രീതിയിലാണ് ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന ചിത്രം. ഒരിക്കലും സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അതോടൊപ്പം തന്നെ ഒരു 85% പ്രേക്ഷകരുടെ അഭിപ്രായവും ഞാൻ കേട്ട് കഴിഞ്ഞാണ്. ഫോട്ടോ എടുത്തിട്ട് മേലനങ്ങി തന്നെയാണ് അത് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ മേലനങ്ങാതെ വെറുതെ കുറെ എഫക്റ്റിന്റെ രീതിയിൽ ആണ് ആ പടം പോയേക്കുന്നത്. ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ ഒരു 35% ആളുകളും പറഞ്ഞു ഉണ്ണിമൂന്നിന് ഒട്ടും തന്നെ അഭിനയിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? അഭിനയിക്കാനുള്ള കഴിവ്, ആക്ഷന് മാത്രമാണ് മൂല്യത കൊടുത്തിരിക്കുന്ന, അഭിനയം വരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളി കുറേ ഇപ്പം മാളികപ്പുറമായാലും വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. പക്ഷെ അതിൽ തന്നെ കുറേ പേര് നെഗറ്റീവായിട്ട് മറ്റുള്ളവർ കാണാതിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലൊന്നുമല്ല മാളികപ്പുറമായാലും ഇപ്പം ഇതിലായാലും വന്നേക്കണം. പുള്ളിക്ക് നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി ഈ ലെവലിലേക്ക് ഇപ്പോൾ വന്നേക്കണത്. തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ നായകൻ എന്ന് പറയുന്നത് പോലെ പൃഥ്വിരാജിന് മേലെ കവച്ചു വയ്ക്കാവുന്ന ഒരു അഭിനയ സാധ്യതയാണോ ഈ ഒരു ചിത്രത്തിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത്? എന്തായാലും എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ പൃഥ്വിരാജിന് കുറേ ഫൈറ്റ് ചെയ്യാനാകുമ്പോഴായാലും പുള്ളിക്ക് കുറേ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളാണ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പഞ്ചിന് പോലും ഒരു പവറുണ്ട്. നമുക്കത് ശരിക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റണ്ടും അങ്ങനെയുള്ള ആക്ഷൻ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇന്ന് ഉണ്ണിമുകുന്ദനോളം വരുന്ന ആരുമില്ല. ഈ ഒരു പ്രേക്ഷകൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒട്ടും തന്നെ ആക്ഷന് പഞ്ചുള്ള ഒരു നായകൻ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് പൃഥ്വിരാജായാലും ദുൽഖർ ആയാലും ആരും തന്നെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ ഒരു ആക്ഷന് മൂല്യത കൊടുക്കുന്ന ഇതേവരെ ഒരു ചിത്രം പോലും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം വഴി പ്രേക്ഷകരെ തിരിച്ചറിയാൻ സാധിച്ചത്. അങ്ങനെയല്ല, ഇപ്പം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ എല്ലാ ഫിലിമിലും കാണുന്ന പോലെയുള്ള ആക്ഷൻസും കാര്യങ്ങളുമാണ് ഇപ്പം എല്ലാ ഫിലിംസിലും ഉള്ളത്. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ട് ഇപ്പോൾ ഈ മാർക്കോയിൽ നല്ലൊരു ആക്ഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ തെലുങ്കിലായാലും ഹിന്ദിയിലായാലും ആ രീതിയിലുള്ള ആക്ഷൻ വന്നിട്ടില്ല. അത് ഉണ്ണിമുകുന്ദൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഈ പറയുന്നത് ശരിയാണോ? നമുക്കൊരു ആക്ഷൻ ചെയ്യുമ്പോൾ പുള്ളി അത് സീരിയസ് ആയിട്ട് ഒരു അതിനു വേണ്ടി തന്നെ നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് ചെയ്യണേ നമുക്ക് ഫീൽ ചെയ്യും. മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ വരണില്ല. എന്താണെന്ന് വെച്ചാൽ അവരൊരു ജസ്റ്റ് ഒരു ഫിലിമിന് വേണ്ടി ചെയ്യണ പോലെ ഫീൽ ചെയ്യണം.
ഉണ്ണിമുകുന്ദൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു പവർ ഉണ്ട്, ആ ഒരു ഇടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇടി തന്നെയാണ്, നമുക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ഈ രീതിയിലേക്ക് വന്നേക്കുന്നത്. ഈ ഒരു പ്രേക്ഷകരിലൊരു 35% ആളുകളും പറയുന്നു ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന് ഒരു അഭിനയ മികവ് ഇല്ല എന്ന് പറയുന്നത് ചിത്രത്തെ ഡീഗ്രേഡ് അടിക്കുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നതിന് വേണ്ടിയാണോ പറയുന്നത്? എന്താണ് തോന്നിയിരിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ പുള്ളീനെ മാക്സിമം അടിയിലേക്ക് ഇരുത്താനുള്ള പല ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഫിയാസിന്റെ വൻ കൈകളാണെന്ന് തോന്നുന്നുണ്ടോ? മാഫിയാസ് ഭയങ്കര മാഫിയാസാണ്. അപ്പോൾ പുള്ളീനെ മാക്സിമം അടിയിലേക്ക് ഇരുത്താനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളീനെ മറ്റേ എന്താണ് പല കാര്യങ്ങളിലും പുള്ളീനെ ഇത് തഴയപ്പെടുന്നത്. അത് പല പല വേറെ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് പുള്ളീനെ തഴയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ ഒരു ചിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചിത്രങ്ങളിലൂടെ കടന്നു വന്ന ഉണ്ണിമുകുന്ദനെ നിങ്ങൾ എത്ര ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു? ഞാൻ 100% പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. പിന്നെ പുള്ളി കഴിവുണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, എല്ലാ കാര്യത്തിലും ഡെഡിക്കേഷൻ ഉണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സമൂഹത്തിനായാലും നല്ലൊരു ഇത് കൊടുക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ പുള്ളി പേഴ്സണൽ ലൈഫിലായാലും ആ ഒരു രീതിയിൽ മയക്കുമരുന്നായാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും പുള്ളീനെ നമ്മുടെ കുട്ടികൾക്കായാലും ഫോളോ ചെയ്യാവുന്നൊരു വ്യക്തിയാണ്. അത്രയും ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് തന്നെ പുള്ളി ഇനി വലിയ ലെവലിലേക്ക് വരും. ഡെഡിക്കേഷൻ എത്ര ശതമാനം കൊടുക്കാം? ഡെഡിക്കേഷൻ ഒരു 100% ഉള്ളത് കൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. ഇത്രയും വർഷങ്ങൾ പുള്ളി സിനിമ എന്നുള്ള ഇതിൽ തന്നെ പിടിച്ചു നിന്ന് ചെയ്തുകൊണ്ടുള്ള പൃഥ്വിരാജിനെ കവർ ചെയ്യും, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കവച്ചു വയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളും ഇന്റർനാഷണൽ ലെവലിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ മലയാളത്തിൽ നിന്ന് നമുക്ക് വലിയൊരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇനിയും നമ്മൾ ഫീൽ ഗുഡ് ഫിലിംസ് മലയാള തനിമയുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയാലും മാത്രമേ നമ്മളെ ശ്രദ്ധിക്കപ്പെടുള്ളൂ. ആ രീതിയിൽ നമ്മുടെ നിർമ്മാതാക്കൾക്കായാലും പൈസ കിട്ടണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ പുള്ളി മാക്സിമം ഫോക്കസ് ചെയ്യണം നല്ല ഫിലിംസും, പിന്നെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടണം. പിന്നെ എന്ന് വെച്ചാൽ ഒരു ഫിലിം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി മാക്സിമം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആക്ടേഴ്സ് എന്ന് വെച്ചാൽ ഫിലിം ചെയ്യും, അവർ യാതൊരു അതിനുള്ള പ്രൊമോഷനും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിലിം മാക്സിമം ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള പ്രൊമോഷനും കാര്യങ്ങളും പുള്ളി തന്നെ എഫോർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആക്ടേഴ്സ് ആരും അങ്ങനെ ചെയ്യണില്ല. തീർച്ചയായിട്ടും മറ്റുള്ള ആക്ടേഴ്സിന് വ്യത്യസ്തത എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഉണ്ണിമുകുന്ദൻ എന്നാണ് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ടാണല്ലേ? അതെ, ഫുൾ സപ്പോർട്ട്. മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തെയും ഉണ്ണിമുകുന്ദനെയും ഹൃദയത്തോട് ചേർത്തൊരു പ്രേക്ഷകനെയാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.